ഞാനെന്നാ ഇറങ്ങാണ്. നീ സൂക്ഷിക്കണം. ഓക്കേ ഏട്ടാ. നിങ്ങള് സൂക്ഷിച്ചു പോയിട്ട് വരണേ. ശരി. ബൈ. ശരി ഏട്ടാ. ബൈ. ഉം. ഒരു ഗ്രാമിന് 6000 രൂപയായോ? എന്റെ അമ്മോ. ഹോ. അയ്യോ. ഉം. ഉം. ഹലോ. പറഞ്ഞോളൂ. നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നെ? ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞു. കുറച്ചേരം ഒന്ന് കിടക്കാന്ന് വിചാരിച്ച് റൂമിലേക്ക് വന്നപ്പോ നിങ്ങൾ കോൾ ചെയ്തു. അത് ശരി. അടുത്ത ആഴ്ച ഉത്സവം വരുന്നില്ലേ? ഉം. അതിന് നമ്മുടെ വീട് പെയിന്റ് അടിക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിനു വേണ്ടി ഒരു പെയിന്റർ നമ്മുടെ വീട്ടിലേക്ക് ഇപ്പൊ വരും. അയാൾ വന്നാ കൂടെ തന്നെ നിന്ന് എല്ലാ പണിയും എടുപ്പിക്കണം കേട്ടോ. ശരി ഏട്ടാ. അയാൾക്ക് ഞാൻ കൊടുക്കാനുള്ള അഡ്വാൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നീ ഒന്നും കൊടുക്കണ്ട. ശരി ഏട്ടാ. ശരി, എന്നാ ഞാൻ ഫോൺ വെക്കാണേ. ബൈ. ഹലോ ഹലോ. പറഞ്ഞോ ഏട്ടാ. അയാൾ അവിടെ നിന്ന് പെയിന്റ് അടിക്കുമ്പോ നീ അയാളുടെ കൂടെ തന്നെ നിന്ന് നോക്കണം കേട്ടോ. പുതിയ ആളായത് കാരണം സാധനങ്ങൾ മോഷണം പോകാതെ നോക്കണ്ടേ. അതുകൊണ്ടാ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്. മനുഷ്യന്മാർ എപ്പോ എങ്ങനെ മാറുമെന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? ശരി ഏട്ടാ. ശരി, നീ നോക്കിക്കോട്ടോ. ശരി ഏട്ടാ. ബൈ. ബൈ. ഉം. ആരാ നിങ്ങള്? മാഡം, ഇത് വിനോദ് സാറിന്റെ വീടല്ലേ? അതെ. മാഡം, എന്റെ പേര് ഗോപിനാഥാണ്. എന്നെ ഈ വീട്ടിലേക്ക് പെയിന്റ് അടിക്കണമെന്ന് പറഞ്ഞ് സാറാ വരാൻ പറഞ്ഞത്. അത് നിങ്ങളായിരുന്നോ? എന്റെ ഭർത്താവ് ഇപ്പൊ ഫോൺ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഫോൺ വെച്ചപ്പോഴേക്കും നിങ്ങൾ വരികയും ചെയ്തു. പണിയൊന്ന് പെട്ടെന്ന് തുടങ്ങിക്കോളണേ. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാ മതി. ശരി മാഡം, ഞാനിവിടെ പുറത്ത് പെയിന്റിംഗ് മെറ്റീരിയലൊക്കെ എടുത്ത് വെച്ചിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം മാം. ശരി എന്നാ. ശരി മാം. ഉം. അതെ, ഒരു മിനിറ്റ്. നിങ്ങൾ ടിഫിൻ കഴിച്ചോ ഇല്ലയോ? ഇല്ല മാഡം, ഞാൻ ഒരുപാട് ദൂരത്തുനിന്നാ വരുന്നത്. അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ സമയം കിട്ടിയില്ല. സാറ് പെട്ടെന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ വേഗം വന്നു മാഡം. ആണോ? ശരി, നിങ്ങൾ ആദ്യം വന്ന് ടിഫിൻ കഴിക്ക്. ശരി മാഡം, കുറച്ച് വെള്ളം തരുവാണെങ്കിൽ ഞാൻ കൈ കഴുകിയിട്ട് വരാം മാഡം. ശരി, നിങ്ങൾ ഇരിക്ക്. ഞാൻ പോയിട്ട് വെള്ളം എടുത്തോണ്ട് വരാം. ശരി മാഡം. ഇതാ. ശരി മാഡം, ഞാൻ പുറത്ത് കൈ കഴുകിയിട്ട് വരാവേ. ശരി, കഴുകിയിട്ട് അകത്തേക്ക് വരണേ. ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ ടിഫിൻ എടുത്ത് വയ്ക്കാം. ശരി മാഡം. ഇതാ. ഒരു മിനിറ്റ്. എങ്ങോട്ടാ എടുത്തോണ്ട് പോകുന്നേ? അകത്ത് വന്നിരുന്ന് കഴിച്ചൂടെ? വേണ്ട മാഡം, ഞാൻ ഇവിടെ പുറത്തിരുന്ന് കഴിച്ചോളാം. അയ്യോ, സാരമില്ല. നിങ്ങൾ അകത്തേക്ക് വാ. അകത്ത് വന്നിരുന്ന് കഴിക്ക്. വേണ്ട മാഡം, ഞാൻ ഇവിടെ പുറത്തന്നെ ഇരുന്ന് കഴിച്ചോളാം മാഡം. നിങ്ങൾ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ കണ്ട എന്ത് വിചാരിക്കും? ഇവിടെ പണിക്ക് വന്ന ഒരാളെ പുറത്തിരുത്തി ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞ് അയൽവക്കക്കാർ എന്തേലൊക്കെ സംസാരിക്കാൻ തുടങ്ങും. അതും ശരിയാ മാഡം. അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് ടിഫിൻ കഴിച്ചോളാം മാഡം. ശരി എന്നാ. നിങ്ങൾ ഇരുന്ന് ടിഫിൻ കഴിക്ക്. ഞാൻ നിങ്ങൾക്ക് ചായ എടുത്തോണ്ട് വരാം. ശരി മാഡം. പ്ലേറ്റിൽ തന്നെ കൈ കഴുകിക്കോ. ഇല്ല, ഞാൻ പുറത്തന്നെ പോയി കൈ കഴുകിക്കോളാം. സാരമില്ല, നിങ്ങൾ അതിൽ തന്നെ കൈ കഴുകിക്കോ.
വളരെ നന്ദിയുണ്ട് മാഡം. എന്തിനാ അതൊക്കെ? ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവരും ഞങ്ങളെപ്പോലത്തെ പണിക്കാരെയൊക്കെ പുറത്തിരുത്തിയ ഭക്ഷണം തരും മാഡം. പക്ഷെ നിങ്ങളുടെ വീട്ടിലെ ഒരാളെ പോലെ വിചാരിച്ച് എന്നെ അകത്തിരുത്തി ഭക്ഷണം തന്നില്ലേ മാഡം? അയ്യോ, ഇതിലെന്തിരിക്കുന്നു? ശരി, നിങ്ങൾ ചെന്ന് പണി തുടങ്ങിക്കോ. ശരി മാഡം. ഉം. ഹലോ. ഹാ, ഹലോ. ആ, പറഞ്ഞോളൂ ഏട്ടാ. എടി, ഞാൻ പറഞ്ഞ പെയിന്റർ ഇപ്പൊ വന്നിരുന്നോ? ആ, വന്നു ഏട്ടാ. പുറത്ത് പണിയെടുത്തോണ്ടിരിക്കുക. കഴിക്കാൻ വല്ലതും കൊടുത്തോ? ഞാനിപ്പോ കൊടുത്തേ ഉള്ളൂ. പാവം രാവിലെ ഒന്ന് കഴിക്കാണ്ടാ വന്നത്. അതെയോ? വൈകുന്നേരം ടീയും കടിയും ഒന്ന് കൊടുത്തേക്ക്. ആ, ശരി ഏട്ടാ. എന്നിട്ടേ ആ, പറഞ്ഞോ. അതേപോലെ ആള് പണിയെടുക്കുന്നതൊക്കെ സൂക്ഷിച്ച് നോക്കണം കേട്ടോ. വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാരെ പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ല നമുക്ക്. അതുകൊണ്ടാ ഈ പറയുന്നേ. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ശരി ഏട്ടാ, ഞാൻ നോക്കിക്കോളാം. ബെഡ്റൂമിൽ വന്ന് അവൻ പെയിന്റ് അടിക്കുമ്പോഴേ നീ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. കാരണം നമ്മുടെ ബെഡ്റൂം കബോർഡിനകത്ത് സ്വർണ്ണമൊക്കെ നമ്മൾ പൂട്ടി വെച്ചിരിക്കുന്നേ. ഞാൻ നോക്കിക്കോളാന്നല്ല പറഞ്ഞത്. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കല്ലേ. ശരി, എന്നാ സൂക്ഷിച്ചോ. ബൈ. ബൈ. നിങ്ങളുടെ നാടേതാ? നിങ്ങൾ എവിടുന്നാ വരുന്നേ? ഞാൻ ചാലക്കുടി ടൗണിൽ നിന്ന് കുറച്ച് അകത്താണ് മാഡം. ഓ, അത്രയും ദൂരേന്ന് പെയിന്റ് അടിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുക അതെ മാഡം. ഞാൻ ഇപ്പോഴാണ് കുറച്ച് ദിവസമായിട്ടുള്ളൂ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ആണല്ലേ? അപ്പൊ ഇതിനു മുമ്പ് നിങ്ങൾ എന്ത് ജോലിയാ ചെയ്തോണ്ടിരുന്നത്? എനിക്കിതിനു മുമ്പ് സ്വന്തമായി ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഉണ്ടായിരുന്നു മാഡം. അതിലെനിക്ക് ഒരുപാട് നഷ്ടം വന്നു. പിന്നീട് ഞാൻ സ്വന്തമായിട്ട് ഒരു ഹോട്ടൽ നടത്തി മാഡം. അതും വിചാരിച്ച പോലെ മെച്ചപ്പെട്ടില്ല മാഡം. പിന്നീട് ഞാൻ സ്വന്തമായിട്ട് ഒരു കാറ് വാങ്ങിയിട്ട് വാടകയ്ക്ക് വിട്ടു മാഡം. അതിലെനിക്ക് നഷ്ടേ സംഭവിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ജോലിക്ക് വന്നത്. അതെയോ? സ്വന്തമായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾ എന്തിനാ ഇതുപോലത്തെ പണിക്ക് വന്നത്? അത് കോവിഡിന്റെ സമയമായിരുന്നു മാഡം. ഞാൻ കാറിന് ഡ്യൂ കെട്ടില്ലെന്ന് പറഞ്ഞ് ബാങ്കുകാർ എൻ്റെ കാർ എടുത്തുകൊണ്ട് പോയി മാഡം. കോവിഡ് സമയത്ത് എൻ്റെ കാര്യം ഇവിടെ വളരെ കഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ നാട്ടിലേക്ക് തന്നെ പോയി. അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് അവിടെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് വെച്ച് ഞാൻ സിറ്റിയിലേക്ക് തന്നെ തിരിച്ചു വന്നു മാഡം. ഈ ഒരു വയറ് നിറക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ജോലി ചെയ്യണ്ടേ? അതുകൊണ്ട് പെയിന്റിംഗ് ജോലി ചെയ്ത് എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകണം മാഡം. അല്ല, ഈ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല വരുമാനം കിട്ടാറുണ്ടോ? ഇല്ല മാഡം, അത്രയ്ക്കൊന്നും കിട്ടാറില്ല. ഒരു ദിവസം മുഴുവനെ കഷ്ടപ്പെട്ടാലും വെറും 1000 രൂപയെ കിട്ടൂ. ഇത് എൻ്റെ ഏജന്റ് കമ്മീഷൻ പോലും പോയിട്ട് എനിക്ക് വളരെ കുറച്ചേ കിട്ടും മാഡം. അതിരിക്കട്ടെ, കസ്റ്റമേഴ്സിന് പെയിന്റിംഗ് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് കമ്മീഷൻ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും എടുക്കാറുണ്ടോ? ഇല്ല മാഡം, ഞാൻ അങ്ങനെയൊന്നും കമ്മീഷൻ എടുക്കാറില്ലെന്നേ. കസ്റ്റമറുടെ അടുത്ത് നിന്ന് നേരിട്ട് മെറ്റീരിയൽസ് മാത്രമേ വാങ്ങൂ മാഡം. ശരി, നിങ്ങൾക്ക് വെള്ളം അടിക്കുന്ന ശീലം വല്ലതും ഉണ്ടോ? ആ ഉണ്ട് മാഡം. എപ്പോഴെങ്കിലും ജോലി തിരക്ക് ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ കുറച്ച് കുടിക്കും മാഡം. അതുപോലും ദേഹത്തിന്റെ ഒരു ഉന്മേഷത്തിന് വേണ്ടിയാണ്. പക്ഷെ ഞാൻ ദിവസേന കുടിക്കില്ല മാഡം. അതെയോ? അല്ല, എന്തിനാ ഇതുപോലത്തെ ശീലങ്ങളൊക്കെ? എന്തുകൊണ്ടാ പറഞ്ഞെന്ന് വെച്ചാ ആൽക്കഹോൾ ഒരുപാട് എടുത്താ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ. ശരിയെന്നാ, എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം. ഞാൻ പോയി അത് ചെയ്യട്ടെ. നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുതരാം. സാരില്ല മാഡം, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ നോക്കിക്കോളാം. ശരി. നിങ്ങൾ അകത്ത് പോയിട്ട് ജോലി എടുക്കുന്നേ, ഞാൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പെയിന്റ് ചെയ്ത് തരാം. ഓക്കെ അല്ലേ? ശരി എന്നാ. ഹലോ. ആ, പറഞ്ഞോളൂ. നീ അവിടെ എന്തെടുത്തോണ്ടിരിക്കാ? ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അയാള് മര്യാദയ്ക്ക് പണിയെടുക്കുന്നുണ്ടോ? ആ, ചെയ്യുന്നുണ്ടേട്ടാ. ആ, ശരി ശരി. അയാള് പണിയെടുക്കാന്ന് പറഞ്ഞ് വെറുതെ വിടരുത്. ഒരു കണ്ണ് അവിടെ തന്നെ വേണം. ശരിയേട്ടാ, ഞാൻ നോക്കിക്കോളാം. അല്ല, ഉം. നിങ്ങളെന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അയാളെ കണ്ടിട്ട് എനിക്ക് അത്ര മോശക്കാരനാണെന്നൊന്നും തോന്നുന്നില്ല. എന്നോട് നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നത്. എന്ത്? നീ അവന്റെ കൂടെ ഒന്ന് സംസാരിക്കായിരുന്നോ? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നീ ഇങ്ങനെ ചെയ്താ എന്ത് പറയാനാ? കാലം കെട്ട കാലം ഇത്. നല്ലവന്മാരെ പോലെ സംസാരിച്ചു നിന്ന് കഴുത്തറുത്തിട്ട് പോകുന്ന കാലമാണിത്. ന്യൂസൊക്കെ കാണുന്നുണ്ടോ നീ? അവന്റെ അടുത്ത് വേണ്ടാത്ത സംസാരമൊന്നും വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? നീ സൂക്ഷിച്ചിരിക്കവിടെ. ആ, ശരിയേട്ടാ, ഞാൻ നോക്കിക്കോളാം. ഉം